ഇതിൽ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് ഈ നിയന്ത്രണം തന്നെ ഒരു പ്രശ്നമാണ്. കാരണം ഈ പീക്ക് ടൈമുകളിൽ ആണ് നിയന്ത്രണം പറഞ്ഞിരിക്കുന്നത്. കാരണം ഏറ്റവും കൂടുതൽ സമയത്ത് വിദ്യാർത്ഥികളും മറ്റ് ജീവനക്കാരും ജോലിക്ക് പോകുന്നവരും റോഡ് ഉപയോഗിക്കുന്ന ആ സമയത്താണ് ഈ വാഹനങ്ങളുടെ നിയന്ത്രണം വെച്ചിട്ടുള്ളത്. പക്ഷേ ആ സമയത്തിൻ്റെ നിയന്ത്രണം ഉള്ളതുകൊണ്ട് അനുവദിച്ചുള്ള സമയങ്ങളിൽ ഇവർ കൂടുതൽ ട്രിപ്പുകൾ എടുക്കാനായിട്ടുള്ള അമിതമായിട്ടുള്ള കോട്ടമാണ് വരുന്നത്. അപ്പോൾ എത്രയും വേഗം ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ലോഡ് ഇറക്കിയിട്ട് അടുത്ത ലോഡ് ഇറക്കുമ്പോഴാണ് അതിന്. അപ്പോൾ നമ്പർ ഓഫ് ട്രിപ്പ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ക്വാണ്ടിറ്റി ഓഫ് ലോഡാണ് ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ടുള്ള പറയുന്ന ഒരു കാര്യം. അപ്പോൾ അതിന് ഒരു ദിവസം തന്നെ ഏറ്റവും കൂടുതൽ ട്രിപ്പ് എടുക്കുക. അതനുസരിച്ച് ഡ്രൈവർക്ക് ബാറ്റ കൂടുന്നു, ഓണർക്ക് ഇത് പണം കൂടുതൽ കിട്ടുന്നു, കോൺട്രാക്ടർക്ക് അനുസരിച്ചുള്ള ലാഭം ഉണ്ടാകുന്നു. ഇതാണ് അതിൻ്റെ പ്രധാന ഘട്ടം. അപ്പോൾ അതിനൊരു പരിഹാരം എന്ന് പറയുന്നത് ഇത് നിങ്ങൾ ഒരാൾ ഒരു വാഹനത്തിൻ്റെ ഉടമ ഒരു കോൺട്രാക്ടർ ഇത് ഏൽപ്പിക്കുമ്പോൾ അദ്ദേഹം പറയേണ്ട ഒരു കാര്യം, എനിക്ക് ഇത്ര ദിവസത്തിനുള്ളിൽ ഇത്ര ലോഡ് എത്തിച്ചു തരണം, ഇത്ര ടൺ എത്തിച്ചു തരണം. അത് എന്താണ് സ്റ്റാൻഡേർഡൈസ്ഡായി, അല്ലെങ്കിൽ അത് ആരെങ്കിലും കേട്ടാൽ അല്ലെങ്കിൽ മറ്റൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒരു നിശ്ചിത അളവിലായിരിക്കണം അല്ലെങ്കിൽ സമയത്തിലായിരിക്കണം എന്നുള്ളതാണ് ഒരു കാര്യം. കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുറേ ഒഴിക്കും. കാരണം എത്ര അധികം എടുത്താലും എനിക്ക് ഈ പൈസയെ കിട്ടുകയുള്ളൂ, എത്ര കുറച്ചെടുത്താലും ഈ പൈസ കിട്ടും എന്നുള്ളത് വരുമ്പോൾ കുറച്ച് വ്യത്യാസങ്ങൾ വരും. ഈ സമയനിയന്ത്രണം മാത്രം കഴിയില്ല, സമയനിയന്ത്രണം പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനായിട്ടുള്ള സംവിധാനത്തിന് ബലക്കുറവുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും.